ഇയാളെന്തിനാ കാട്ടിലേക്ക് വിളിച്ചു പറ്റിയേ? മൂപ്പർ നന്നാണ്ടിയ പരിപാടി അറ്റണ്ട. നന്നാവനാ ആശാന അടുത്ത വീരപ്പനാണ്ടിയ പരിപാടി ആയിരിക്കോടോ. അതാരാ? നമ്മൾ ആശാനല്ലേ? ആശാനെ അല്ല ആശാനെ, നിങ്ങൾ ഇക്കോലത്തില് നിങ്ങൾക്ക് ഓണം മേടിച്ച് എടാ നിങ്ങളെപ്പോലെ ഏത് സമയവും എല്ലാ കാലത്തും ഈ കയ്യിലും മുണ്ടും ട്രൗസറും മതിയാ. ഒരു മാറ്റം വേണ്ടേ? മാറ്റം വേണം. എന്നാൽ നിങ്ങൾ മാറണം. അങ്ങ് ദൂരെ നിങ്ങൾ വിളിച്ചു വരുത്തിട്ട് ഞാനോട് മാറി തരുവേണ. ഞാള് മാറിത്തരാം, നിങ്ങൾ ഓട്. അയ്യോ, ഒരു 5-6 മാസമായിട്ട് ബുദ്ധിന്റെ കാര്യത്തിൽ യാതൊരു പുരോഗമനവും ഇല്ല അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് ഈ ലുങ്കിയും ട്രൗസറും എല്ലാം മാറ്റി നല്ല ഡ്രസ്സ് ധരിച്ച് സമൂഹത്തിൽ ഇറങ്ങുക. അപ്പൊ നാട്ടുകാര് നമ്മളെ ഓരോ കമ്മിറ്റികളിലായി ഉൾപ്പെടുത്തു. അതിന്റെ പ്രസിഡന്റ് സെക്രട്ടറി എല്ലാം ആക്കൂ. അല്ല, പ്രസിഡന്റും സെക്രട്ടറി ആയാലും ഹിമ്മക്കെത്തുന്ന കാര്യോ? കാര്യണ്ട്. ഈ കമ്മിറ്റി അംഗം എന്നുള്ള നിലക്കുണ്ടല്ലോ, നമ്മുടെ അടുത്ത് പല ഉത്തരവാദിത്തങ്ങളും വരും. കുറച്ചു മുമ്പ് എന്റെ അടുത്ത് വന്നതെന്നാന്നറിയാ? എന്തെന്നാ? ഒരു വാതിലും 2 പാളിയും സ്വർണം പൂശുവേ. 2 പാളിയാ? അപ്പൊ പൂശിയതാടായി കാണുന്നത്. എന്റെ അമ്മേ, കമ്മിറ്റി കയറി പറ്റുമോ നിങ്ങൾ വൈകിണ്ട. ഇതിന് വേറെ പ്രത്യേകത ഉണ്ട് കേട്ടാ. ഇതിന് പോലീസും നാട്ടുകാരെ നമ്മൾ പേടിക്കുക വേണ്ട. പേടിക്കണ്ട. നമ്മളെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള പരിഗണന നമുക്ക് കിട്ടും. പോലീസുകാർ വിളിക്കുന്നു, തെളിവെടുപ്പ് എന്ന് പറഞ്ഞ് 2 ചോദ്യം ചോദിക്കുന്നു, വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ ചാനലുകാർ, പത്രക്കാർ എല്ലാം നമ്മളെ വേക്കിൽ ഇങ്ങനെ വരും. ഒരു മാസം കൊണ്ടങ്ങ് വൈറലാവും. അല്ല ആശാനെ, നിങ്ങൾ നല്ല അപ്ഡേറ്റ് ആകുന്നുണ്ടല്ലോ. ഹലോ, യാ ഇംഗ്ലീഷാ? യെസ് ഓക്കെ ഓ താങ്ക് യു ഓക്കെ. സ്വീഡനിലാ. സ്വീഡനാ? ആറ് നേരങ്ങൾ വിളിക്കുവേ. അത് ഈ പ്രാവശ്യം രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനത്തിന് എന്നെ പരിഗണിച്ചിട്ടുണ്ട്. നോബൽ സമ്മാനത്തിനാ ഇങ്ങളെയാ? ആടോ, സ്വർണ്ണപ്പാളി ഒറ്റ ദിവസം കൊണ്ടല്ലേ ചെമ്പാക്കി. അതിന്റെ കുട്ടൻസ് എന്നാന്ന് ഇതുവരെ ഒരിക്കൽ പിടുത്തം കിട്ടിയില്ല. അല്ല, ഡ്രസ്സിങ്ങില് വലിയ കാര്യം ഉണ്ടല്ലേ? പിന്നെന്താ? അങ്ങനെയാണ്, നല്ല ഡ്രസ്സ് ഇട്ടിട്ട് എന്ത് ചട്ടത്തിലും ചെയ്യാലോ. ഈ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇവിടെ ഉണ്ട്. അത് മാറും വരെ നമ്മൾ സേഫാ. ആശാനെ, ഈ മുണ്ട് കുപ്പ ഞാൻ എടുത്തോട്ടെ. ഇനി എടുത്തടാ. ഓരോരോ ഇടങ്ങൾ